Good morning, sir. Sir. Yes, good morning, Vidya. Good morning, sir. Sudhi MB, good morning. Rasina, good morning. Ansi, Jisha, good morning. ഇതെന്താണ് നമുക്ക് ശുഷ്കമാണല്ലോ ജനസംഖ്യ? ഫയറുണ്ടോ? ഓക്കെ ആൻസി. സ്റ്റാർട്ട് ചെയ്യട്ടെ സർ. ഓക്കെ, പ്രശ്നം. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കും നിന്നാത്മചൈതന്യം നിറയ്ക്കും ആത്മചൈതന്യം നിറയ്ക്കും ഇടയെന്ന കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമിന്നിൽ ചുരീണമേ വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കും നിന്നാത്മചൈതന്യം നിറയ്ക്കും ആത്മചൈതന്യം നിറയ്ക്കും. ആൻസി, നല്ല രസമുണ്ടായി കേൾക്കാൻ കേട്ടോ. താങ്ക് യു സർ. വെരി ഗുഡ്. ഇതൊരു സിനിമ പാട്ടല്ലേ? അതെ അതെ. ഈ സിനിമയിൽ ഞാൻ കണ്ട സിനിമയെന്ന് ഓർക്കുന്നുണ്ടല്ലോ സർ. ഏത് സിനിമയാണെന്ന് എനിക്കറിയത്തില്ല. നല്ല ഓക്കെ ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആരാണ്? Thought of the day. Yes. Good morning, sir. Yes, good morning. Become entered through education, become strengthened through organization, become prosperous through hard work. Thank you, sir. Yes. Okay, okay. To become prosperous, to do hard work. Okay, Sudhi, very good, very good, very good. Good morning, sir. Signing on. Signing Vidya. I tell you a short story. The fox and the cheese. A hungry fox was in search of food. He saw a girl drawing water from the well. She used a rope that had bucket tied and both ends. So when one bucket comes up, the other would go down. She filled her pots with water and went home. The fox was thirsty. He looked into the well. He saw a piece of cheese in the well. He was very happy. He wanted to reach the bottom of the well. He got into the bucket and reached the bottom. Alas, there was no cheese. It was the reflection of the moon. He drank some water. He looked at the sky and began to howl. A wolf was passing by. He heard the noise and walked up to the well. He saw the fox inside and asked, "What are you doing there?" The fox replied, "He is a big piece of cheese. I am eating it. It's really tasty. If you want some cheese, do join me." The wolf was greedy and foolish. He quickly jumped into the other bucket. The wolf was quite heavy. As the wolf reached the bottom,
The fox came up. Thus the cunning fox escaped. Thank you, sir. Yes, very good, very good, very good, Vijaya. The very cunning story is and also very convincing story. Yes. Okay, very good, very good. So let us start. നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പാർട്ടിസിപ്പിൾ രണ്ട് രീതിയിൽ നമ്മൾ പറഞ്ഞു. വൺ ഈസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, നെക്സ്റ്റ് വൺ ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ആദ്യം എടുത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ അതിന് 3 കാലങ്ങൾ ഉണ്ടാവും. അപ്പോൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അല്ല, മൂന്നാമത്തെ വീക്കിലിയുടെ കീഴിൽ വരുന്നതിനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ട് അതൊരു അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. ദ യൂസ് എടുക്കാം, ദി വാഷ് ദി ക്ലോത്ത്സ് അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ എല്ലാവരും പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ പറയാൻ പറ്റുന്ന ഒരു 5 സെന്റൻസ് ഒന്ന് ഓർത്ത് വെച്ചോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി എന്റെ ഓർമ്മക്കുറവാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു സർ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ പിന്നെ ഒന്ന് വെറുതെ അങ്ങനെ പറഞ്ഞാണ്. ആൻസി, ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ള 5 പേർക്ക് പറയാം കേട്ടോ. അയ്യോ സാർ, എന്നായിരുന്നു സാർ സാറിന്റെ ലാസ്റ്റ് ക്ലാസ്? സാറിന്റെ ലാസ്റ്റ് ക്ലാസ് എന്നായിരുന്നു? കാരണം ഞാൻ കേറിയ ഒരു ദിവസം സാർ എന്നോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 4 ക്ലാസ്സിൽ കേറിയില്ലായിരുന്നു. അന്നുമില്ല സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നേ, ഞാൻ കേറിയിട്ടില്ല. അതാ. ഓക്കെ ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർക്ക് എന്തോ അത്യാവശ്യമായതുകൊണ്ട് ടീച്ചർ എടുത്ത് കഴിഞ്ഞ. അപ്പോ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ എടുത്തത്. നോർമൽ പീരീഡ് അതുപോലെയൊക്കെ തന്നെ, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ സാർ അപ്പൊ ആ ക്ലാസ്സിൽ ഞാൻ ഇല്ലായിരുന്നു സാർ. ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. ഇനി ആരുടെയെങ്കിലും കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ? 5 സെന്റൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റിയ സ്റ്റോക്ക് ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടോ? ആരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് പറയാം, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വിഷയത്തിലോട്ട് കിടക്കാം. യെസ്, അപ്പൊ ഞാൻ അടുത്ത വിഷയത്തിലോട്ട് കിടക്കാനേ. ഇതിന്റെ അകത്ത് തന്നെ ബാക്കിയുള്ള വിഷയം. ഓക്കെ, അപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പാർട്ടിസിപ്പിളിനെ കുറിച്ചാണ്. അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസന്റ് ടെൻസിന്റെ കൂടെ ഒരു ing ചേർത്താൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയി. അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും വെർബായിട്ടും ഉപയോഗിക്കണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്തു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നു. അത് ഒരു അഡ്ജക്റ്റീവ് ആയിട്ടും വെർബായിട്ടും അത് ഉപയോഗിക്കണം. അതിൽ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ടെൻസ് വെർബായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആരെയാണ് വിളിക്കുക? ശ്രുതി എം പി. സാറേ, എന്താണ് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഫ്രീ ആവൂ, ടെൻഷൻ ഫ്രീ ആവൂ. ഫ്രീ ആണ് അല്ലേ? ഓക്കെ. Sudhi, are you married? Yes. Yes. What is your husband's name? നാട്ടിലാണ്. ഹസ്ബൻഡിന്റെ പേര്? പേര് പ്രസീദ്. പ്രസീദ്. ഓക്കെ. ഞാൻ സിറ്റുവേഷൻ പറയുന്നേ. പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ, എന്നാലും ഞാൻ നമുക്ക് പറയണം. 9:30 സുധിയുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയി. രാവിലെ 9:30.
9:31 ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് പുള്ളി അന്വേഷിച്ച് അവിടെ വരുന്നു. അപ്പൊ 1 മിനിറ്റ് അയാൾ പോയിട്ട്. അപ്പൊ ശ്രുതി ഭർത്താവ് പോയി എന്ന് പറയുകയാണ്. ഭർത്താവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഹീ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അവൻ എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്ന് പറഞ്ഞാലും ഹീ എന്ന് തന്നെ മതി. അപ്പൊ ശ്രുതി പറയണം പുള്ളി പോയി എന്ന് പറയണം. പക്ഷെ ശ്രുതിയുടെ ഡയലോഗിലൂടെ ഇദ്ദേഹത്തിന് മനസ്സിലാവണം പോയിട്ട് അധികം നേരമായിട്ടില്ല എന്നുള്ളത്. ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ പാടില്ല, സമയം സൂചിപ്പിക്കാൻ പാടില്ല. യെസ്, പറഞ്ഞു. ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ പാടില്ല, സമയം സൂചിപ്പിക്കുക. സമയം പറയല്ല വേണമെങ്കിൽ ഇപ്പൊ 9:31 9:30 പോയി എന്ന് പറയാം, സമയവും പറയും. ഈ 2 വാക്കുകൾ ഉപയോഗിക്കാതെ എന്നാൽ കേൾക്കുന്ന ആൾക്ക് തോന്നുകയും വേണം പോയിട്ട് അധികം സമയമായിട്ടില്ല. ഒന്ന് പറഞ്ഞു നോക്കിയേ ശ്രുതി. സാറേ എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ശ്രുതിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ശ്രുതിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് പറഞ്ഞു. നമ്മളിവിടെ ആകെ 6 പേരുണ്ട്, 11 പേരുണ്ട്, നമ്മളെല്ലാം അറിയുള്ളൂ. വി ആർ ജസ്റ്റ് ലൈക്ക് എ ഫാമിലി മെമ്പേഴ്സ് അല്ലേ അർസു? അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ എപ്പോഴെങ്കിലും വരൂലേ? പോയിട്ട് അധികം നേരം ആയിട്ടില്ല എന്ന് പറയേണ്ട സിറ്റുവേഷൻ വരൂലേ? ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് വെച്ച് നമുക്ക് പറയാം, ജസ്റ്റ്. അപ്പൊ ജസ്റ്റ് കേൾക്കും പറയാം, അതാണ് ഞാൻ ജസ്റ്റ് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞത്. സമയം വെച്ച് പറയാം, 9:30 പോയി എന്ന് പറയാം. അപ്പൊ വന്ന ആള് വാച്ചിൽ നോക്കും 9:31 ആയിട്ടുള്ളൂ, പുറകെ പോയ ആളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതാണ് സമയവും പറയേണ്ടതെന്ന് പറഞ്ഞത്. ഓക്കെ, സോ വെരി ഗുഡ്, വെരി ഗുഡ്, നോ പ്രോബ്ലം, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ദെൻ വിദ്യ, ജിഷ, ജിഷ വരാം, അത് കഴിഞ്ഞ് വിദ്യ വരാം. സർ ജസ്റ്റ് എന്നുള്ള വാക്ക് ചെയ്തുകൂടെന്നാണോ പറഞ്ഞേ? ജിഷ ആദ്യം പറയും, അതിന്റെ ആൻസറിലോട്ട് വിദ്യയിലോട്ട് വരാം. ഓക്കെ, ജിഷ ആൻസർ തരട്ടെ. Now he went to the office. Now he went to the office. അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. പറയാൻ പറ്റുമോ? തരാം, അവസരം തരാം, ഡോണ്ട് വറി. ആൻസി അഭിപ്രായം പറഞ്ഞോളൂ. അല്ല സാറേ, ഞാനൊരു ഡൗട്ട് ചോദിച്ചതേ, ജസ്റ്റ് എന്നുള്ള വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂലെന്നാണോ പറഞ്ഞേ? ഇതിന്റെ അകത്ത് ഉപയോഗിക്കാതെ പറയാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയട്ടെ, മൈ ഹസ്ബൻഡ് went just few minutes from house. ഓക്കെ, അതിന്റെ ജസ്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിച്ചില്ലേ? അത് ഉപയോഗിക്കാതെ പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അത് ഉപയോഗിക്കരുത്. മൈ ഹസ്ബൻഡ് went few minutes from house. എന്നാലും അവിടെ ഇട്ടല്ലേ പിടിക്കരുത് അല്ലേ? ഓക്കെ, ആൻസർ ആ ബുദ്ധി വൈഭവത്തിൽ ഞാൻ അഭിനന്ദിച്ചു. ഓക്കെ 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 ഓക്കെ. വിദ്യ അഭിപ്രായം പറഞ്ഞോളൂ. വിദ്യ. Yes, sir. My husband is going 2 minutes. 2 minutes അല്ലേ? ഓക്കെ ഓക്കെ, സമയം പറയണ്ടാകുന്നത് ഇപ്പൊ സമയത്തിന് പകരം എന്ത് പറഞ്ഞു? 2 minutes അടിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. വിദ്യ അവിടെ നിൽക്കട്ടെ. യെസ്, ജിൻസി രാജി പറഞ്ഞോളൂ. He gone out. He Gone out. gone out. യെസ്, ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി ആർക്കെങ്കിലും പറയാൻ താല്പര്യമുള്ളവരുണ്ട്? നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുള്ള പറഞ്ഞോളൂ. പറഞ്ഞത് അല്ല സർ, എന്താ സർ ക്വസ്റ്റ്യൻ? ഞാൻ കുറച്ച് ലേറ്റ് ആയി ജോയിൻ ആവുമ്പോ. ഓക്കെ, അതായത് നർമ്മിതയുടെ ഭർത്താവ് 9:30 വീട്ടിൽ നിന്ന് പോയി. 9:31 ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് അന്വേഷിച്ച് വന്നു. അപ്പൊ നർമ്മിത അദ്ദേഹത്തോട് പറയണം ഭർത്താവ് പോയി എന്ന് പറയാം. പറയുന്നത് കേൾക്കുമ്പോ ഫ്രണ്ടിന് തോന്നണം പോയിട്ട് അധിക സമയം ആയിട്ടില്ല എന്ന് തോന്നണം. ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ. അങ്ങനെയാണോ സർ? എന്തായാലും നർമ്മിത പറഞ്ഞു കേട്ടില്ല. അതല്ല, ഇപ്പൊ ജസ്റ്റ് പോയതേ ഉള്ളൂ അങ്ങനെ പറയാനാണോ? ആ ഒരു അർത്ഥം കിട്ടണം. ഓക്കെ, ജസ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാതെ ജസ്റ്റ് എന്നുള്ള അർത്ഥം കിട്ടാവുന്ന രീതിയിൽ എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് നമ്മൾ ചോദിച്ചത്. ഞാൻ ട്രൈ ചെയ്യട്ടെ സർ. ഓക്കെ, വിത്ത് പ്രഷർ. സർ കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. ഹി വെന്റ് ഫ്യൂ മൊമെന്റ് ഏർലി. യെസ്, അപ്പൊ ഏതാണ്ട് ആൻസി പറഞ്ഞ അത് സ്റ്റൈലാണ് വന്നേക്കുന്നത്. ഓക്കെ ആർസു, നമുക്ക് അവിടെ നിർത്താം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ആൻസിക്ക് കൂട്ടുണ്ട്. യെസ്,
വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് പറയാം. പക്ഷെ കറക്റ്റ് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിൽ പറയാം. പ്രസന്റ് പെർഫെക്റ്റ് പറയുന്ന ടെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇത് ജസ്റ്റ് മുമ്പ് സംഭവിച്ച കാര്യത്തിനാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുക. അപ്പോ ആ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണം, ഓ ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ പോയിട്ട് അധികം സമയമായിട്ടില്ല. ബിക്കോസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ജസ്റ്റ് മുമ്പ് കഴിഞ്ഞ സമയം. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൈനരികത്തൂടെ അങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹി വെന്റ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം അപ്പൊ വേണമെങ്കിൽ 1 മണിക്കൂറായി പോയിട്ട് 2 മണിക്കൂറായി പോയിട്ട് അല്ലെങ്കിൽ ഇന്നലെ പോയതാണ് രീതിയിൽ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും സ്ട്രക്ചർ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ing. അതുപോലെ ഇവിടെ വേറൊരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ്. ഇപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുത് പ്രസന്റ് പെർഫെക്റ്റ്. യെസ്, ആ പ്രസന്റ് പെർഫെക്റ്റ് ഹെഡിങ് എഴുതി അതിന്റെ അടിയിൽ ഒന്ന് വരച്ചു. അതിന്റെ അടിയിൽ അതിന്റെ സ്ട്രക്ചർ എഴുതി. എസ് പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. ഒരു ഹാസ് ഇട, ഒരു സ്ലാഷ് വരയ്ക്കാം, ഹാവ്. ഹാസ് അല്ലെങ്കിൽ ഹാവ്, ഹാസ് ഓർ ഹാവ് പ്ലസ് വി. വി എന്ന് പറഞ്ഞാൽ വെർബ്. അല്ല വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ പി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് പി പി എഴുതിയത്. യെസ്, അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് എഴുതുക, ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർക്കുക, പിന്നെ വെർബ് എഴുതുക. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം നമ്മളിപ്പോ പഠിച്ചില്ലേ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാം? സബ്ജക്റ്റ് മൈ ഹസ്ബൻഡ്. മൈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ, അപ്പൊ ഹാസ് അവരുള്ളൂ, ഹാസ്. ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ഗോ വെന്റ് ഗോൺ. മൈ ഹസ്ബൻഡ് ഹാസ് ഗോൺ. ഇങ്ങനെ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ചേർത്തില്ല എങ്കിലും നമുക്ക് കറക്റ്റ് ആണ്, കാരണം ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് അതാണ്. നമ്മൾ ഇംഗ്ലീഷില് ഒരു 12 ടെൻസ് ഉണ്ട്. ഈ 12 ടെൻസും ഉപയോഗിക്കേണ്ടതായ സമയങ്ങളുണ്ട്. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ആ ടെൻസിനെ കുറിച്ച് പല സമയത്ത് വിശദമായിട്ട് പറയാം. ഓരോ ടെൻസും നമ്മൾ ഉപയോഗിക്കേണ്ട സമയമുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഏതൊക്കെ ഉപയോഗിക്കുന്നത്? 12 ടെൻസ്. ഞാൻ ജസ്റ്റ് അതിന്റെ പേര് മാത്രം പറയുകയാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇംഗ്ലീഷിൽ ആദ്യം എന്ത് വാചകം പറഞ്ഞാലും ഈ 12 ടെൻസിൽ ഏതെങ്കിലും ടെൻസിനെ പറയാൻ പറ്റും. അപ്പൊ ഈ 12 ടെൻസ് എന്താണെന്നും ഈ 12 ടെൻസിന്റെ മീനിങ് എന്താണെന്നും എങ്ങനെയാണ് അതിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാം, ഇംഗ്ലീഷിലൊക്കെ പറയാം. കാരണം നമുക്ക് അതങ്ങനെ ചാലാവണം, ഫിക്സ് ആവണം. ഈ നമ്മൾ എന്ത് വാചകം പറഞ്ഞോട്ടെ ഈ 12 ടെൻസ് ഇംഗ്ലീഷിലുള്ളൂ, ഇതിന്റെ അകത്തേ പറയാൻ പറ്റും. ഇത് നമ്മളൊരു ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചാൽ അവിടെ നമുക്ക് ക്ലിയർ ആക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ സംഗതിയാണ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, ഈ ടെൻസിന്റെ ഇത് വെച്ചിട്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇമ്മീഡിയറ്റ് പാസ്റ്റ്, തൊട്ട് മുമ്പ് സംഭവിച്ചത്. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നു. ഇപ്പൊ ധന്യ ഡിഗ്രി പാസ്സായി, അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ വർഷം കോളേജിൽ വന്നിട്ട് എനിക്ക് എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് TC വേണമെന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ കൊടുക്കുന്നു. അപ്പൊ ആ അപേക്ഷയിലെ ഫ്രം എഴുതി ടു എഴുതിയത് കഴിഞ്ഞ ശേഷം തന്നെ എഴുതിയത് ഐ ഹാവ് പാസ്ഡ് മൈ ഡിഗ്രി എക്സാമിനേഷൻ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ശരിയാവൂ? അത് തെറ്റാണ്. കാരണം എന്താണ്? ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ്. ഇവിടെ ധന്യ ഉപയോഗിച്ച ടെൻസ് ഏതാണ്? സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ്, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഐ ഹാവ്
പാസ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ആ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ കൊണ്ടുവന്ന് ലാസ്റ്റ് ഇയർ പറഞ്ഞ തെറ്റാണ്. ഒന്നില്ലെങ്കിൽ ലാസ്റ്റ് ഇയർ മാറ്റുക, അല്ലെങ്കിൽ ഞാൻ പാസ്സായി എന്ന് പറയാം, വെറുതെ പാസ്സായി, ഐ പാസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഒരിക്കലും നമുക്ക് സമയം പറയാൻ പറ്റില്ല. യെസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് ഷോയിങ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു, ഒരു പയ്യനെതിരെ പോയി, എ മാൻ, എ ബോയ് ഹാസ് പാസ്ഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? അവിടെ നെറ്റ് എന്തോ എറർ ആയതാണെന്ന് തോന്നുന്നു, ക്ലാസ് കട്ടായി. ആ യെസ്, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒന്നാണ്, പ്രോബ്ലം. ഈ ക്യാബിന് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ, കറണ്ട് പോയാലേ ഒന്ന് കട്ടാവും, ബാക്കിയുള്ള ക്യാബിനൊന്നും കുഴപ്പമില്ല. യെസ്, ഓക്കെ. അപ്പൊ വിഷയത്തോട്ട് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. സബ്ജക്റ്റ് പറഞ്ഞു, ഹാസ് അല്ലെങ്കിൽ ഹാവ് പറഞ്ഞു, പിന്നെ വെർബ് പറഞ്ഞു. ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളെ കുറിച്ചല്ലേ. ആ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഹാസോ ഹാവോ കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടത്. ഇനി ഹാസ് ഹാവോ എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, എന്നുവെച്ചാൽ ഒരാളുള്ളെങ്കിൽ അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കുക? ഹാസ് ഉപയോഗിക്കുക. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്, ബോയ് ഹാസ്, ഗേൾ ഹാസ്, മാൻ ഹാസ് എന്ന് പറയാം. സബ്ജക്റ്റ് പ്ലൂറലാണ്. ഇത് ഒഴിച്ചുള്ള വായിക്കുള്ള എല്ലാത്തിന്റെ കൂടെ എന്ത് വരും? ഹാവ് വരും. യെസ്, ഓക്കെ. അപ്പോൾ ഹാസോ ഹാവോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം? മൂന്നാമത്തെ ഫോം ആയിരിക്കണം. യെസ്, അപ്പൊ നമുക്ക് പറയാം, വിദ്യ. യെസ്, അപ്പൊ ഒരു പ്രസന്റ് പെർഫെക്റ്റിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു സ്വന്തമായിട്ട്. ഞാൻ പറഞ്ഞത് കൂടാതെ സ്വന്തമായിട്ട് സബ്ജക്റ്റ് വേണം, ഹാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം വേണം. ബാക്കി എന്താന്ന് ചോദിച്ചാൽ തയ്യാറെടുപ്പെടുത്തൊരു വിദ്യ. ഒരു സബ്ജക്റ്റ് പറ, നമ്മൾ ആലോചിച്ച ഒരു സബ്ജക്റ്റ് വെറുതെ അങ്ങോട്ട് പറ. എന്തെങ്കിലും സബ്ജക്റ്റ് പറ. My children have my children have, പിന്നെ ഒരു വെർബ് പറഞ്ഞാൽ മതി. gone. Gone. My children have gone. Have gone to school. അല്ലേ? അപ്പൊ സ്കൂളിൽ കൂടെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് സെന്റൻസ് അങ്ങനെ കറക്റ്റ് ചെയ്യാം. My children have gone to school. Yes, അല്ലെങ്കിൽ my children have played cricket. നമുക്ക് അങ്ങനെ പറയാം, കറക്റ്റ് ആണ്. റസീന, റസീന ഒച്ചൊന്നും കേൾക്കുന്നില്ല. യെസ്,
ഞാനിവിടെ Yes. ഉണ്ട്. കുട്ടി നല്ല കരച്ചിലായിരുന്നു, അതാണ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇന്ന് ഒച്ചൊന്നും കേട്ടില്ല, അല്ലെങ്കിൽ റസീനയുടെ ഒരു ശബ്ദമൊക്കെ കേൾക്കാറുള്ളതാണ്, അതുകൊണ്ട് ചോദിച്ചത്. പറഞ്ഞോ റസീന, ഒരു എക്സാമ്പിൾ. സാറെന്തെങ്കിലും പറയൂ. ഓക്കെ. അത് കുഴപ്പമില്ല, കൊച്ചിലേക്ക് നോക്കിക്കോളും, നമുക്ക് പിന്നെ വിളിച്ചോ. ഓക്കെ. യെസ്, ഓക്കെ. ആൻസി പറഞ്ഞോളൂ, സ്വന്തമായിട്ട് എക്സാമ്പിൾ പറഞ്ഞ്. സബ്ജക്ട് I have finished my homework. വെരി ഗുഡ്. I have finished my homework. കറക്റ്റ് ആണ്. I have finished my homework. ജിഷ, ഫ്രീ ആണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞത്. I had prepared. പറഞ്ഞോളൂ ജിൻസി. I had prepared the lunch for today. Yes, I have prepared lunch for today. Okay, കറക്റ്റ് ആണ്. പറഞ്ഞോളൂ ജിഷ. My mother-in-law have gone to the hospital. ഓക്കെ, ചെറിയൊരു എഡിറ്റിംഗ് അവിടെ വരും. മദറിലോ പറയുമ്പോൾ ഒരാളോട്, അപ്പൊ ഹാവ് അവിടെ മാറ്റിയിട്ട് ഹാസ് ആക്കാം. My mother-in-law has gone to hospital. Okay, sir. സുധി എം ഡി. I have played cricket. ING-ല I have played cricket. അത് നേരത്തെ വന്നാലും മാറ്റി പിടിക്കേ, വെറൈറ്റി പിടിക്കേ. ഇപ്പൊ ചായ കുടിച്ച് കഴിഞ്ഞുള്ളത് വിചാരിക്കുക, അതൊന്ന് പറഞ്ഞേ. I have ആരൊക്കെയോ അവരെ സഹായിക്കുന്നുണ്ടല്ലോ. I have teen. നോക്ക്. I have ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഈറ്റ് അല്ലേ, അതിന്റെ മൂന്നാമത്തെ ഫോം പറയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയാം. ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. അപ്പൊ I have eaten. ഇനി എന്ത് പറയാം? ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, വെരി ഗുഡ്. ആർസു, സ്വന്തമായിട്ട് വേറെ ഒന്നും പറഞ്ഞത്. I have gone to Delhi. Yes, I have gone to Delhi. കറക്റ്റ് ആണ്. വെരി ഗുഡ്. യെസ്, ഇപ്പൊ ഇവിടെ കിട്ടിയല്ല. സബ്ജക്ട് എഴുതുന്നു, ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, പിന്നെ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അത് വരുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ജസ്റ്റ് മുമ്പ് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ അവിടെയും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലേക്ക് പോവുകയാണ്. ആ ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. യെസ്, ചാമ്പ്യൻ പറഞ്ഞിട്ടുണ്ടാവും, അപ്പൊ നിങ്ങൾ വിട്ടു കളഞ്ഞേക്കാം. യെസ്, വിദ്യ. Yes, sir. യെസ്, ആർ യു മാരീഡ്? Yes, sir. Yes, sir. What is your husband's name? Krishnakumar. കൃഷ്ണകുമാർ. ആള് നല്ല കമ്പനിയാണ്. Yes, sir. കൃഷ്ണകുമാർ നല്ല കമ്പനിയാണ്. അപ്പൊ കൃഷ്ണകുമാറിനെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. യെസ്, എന്നാണ് വിവാഹം കഴിച്ചത്? 2007. 2007. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ സിറ്റുവേഷൻ വെച്ച് മ്യൂട്ട് ചെയ്തു. യെസ്, അപ്പോ 2007 കൃഷ്ണകുമാർ വിദ്യയെ വിവാഹം കഴിച്ചു. 2007. യെസ്, വിദ്യ വന്നോളാം. യെസ്, ഓക്കെ. 2007 കൃഷ്ണകുമാർ വിദ്യയെ വിവാഹം കഴിച്ചു. യെസ്, 2007 വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് 2005 കൃഷ്ണകുമാർ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഞാൻ ആ പെൺകുട്ടിയുടെ പേര് വെറുതെ രമണി എന്ന് പറയാം. ഇനി നിങ്ങൾ ഈ ടെൻസ് മറക്കുക. അപ്പൊ നോക്കിയേ, 2005 കൃഷ്ണകുമാർ രമണിയെ സ്നേഹിച്ചു. 2007 കൃഷ്ണകുമാർ വിദ്യയെ വിവാഹം കഴിച്ചു. ഇനി 2026 ഈ കൃഷ്ണകുമാർ പറയുകയാണ്, ഞാൻ വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രമണിയെ സ്നേഹിച്ചു. ഇതാണ് സെന്റൻസ്. ഞാൻ വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്
രമണിയെ സ്നേഹിച്ചു. യെസ്, ആൻസി ഒന്ന് പറഞ്ഞു നോക്കി. ആൻസിയാണ് കൃഷ്ണകുമാർ എന്ന് വിചാരിക്കും. ഞാൻ ഓരോരുത്തരും എഴുതി നോക്കും. സിറ്റുവേഷൻ മനസ്സിലായില്ലേ? 2005 സ്നേഹിച്ചു, 2007 വിവാഹം കഴിച്ചു. ഈ സംഭവം 2026 പറയും. അപ്പൊ പറയുമ്പോ എങ്ങനെ പറയണം? ഞാൻ വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രമണിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു. ആൻസി. അയ്യോ സാർ, എല്ലാവരും എന്റെ നേരെ വേണ്ടത് അല്ലേ? അയ്യോ അതുകൊണ്ടല്ല സാർ, മലയാളത്തിൽ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പാടാ. ഒന്ന് ആലോചിക്കട്ടെ സാർ. സാർ ഈ വാചകം ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാരെയും കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാർ ആണോ പറയുന്നേ? കൃഷ്ണകുമാർ. അപ്പൊ ജിഷയാണ് കൃഷ്ണകുമാർ. ഓക്കെ. ഐ ലവ്ഡ് സംവൺ ബിഫോർ മാരി യു. മാരി യു. ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. നർമ്മിത എന്താണ് ഉദ്ദേശിച്ചത്? സർ ഞാൻ പറയട്ടെ. ഐ ലവ്ഡ് രമണി ബിഫോർ മാരിങ് വിദ്യ. ബിഫോർ മാരിയിങ് വിദ്യ. യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയട്ടെ സാർ? ആൻസി പറഞ്ഞോളൂ. ബിഫോർ ഐ മാരിയിങ് വിദ്യ ഐ ലവ്ഡ് രമണി. ബിഫോർ ഐ മാരീഡ് വിദ്യ ഐ മാരിയിങ് വിദ്യ ഐ ലവ്ഡ് രമണി. യെസ് യെസ് യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വിദ്യക്ക് വല്ലതും പറയാനുണ്ട്? Sir, before I loved Remani, married Vidya. Oh, before I loved Remani, Remani വിവാഹം കഴിച്ചതിന് മുമ്പ് രമണിയെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ. യെസ്, വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. യെസ്, ഓക്കെ. ഇവിടെ നമ്മള് യെസ് ജിൻസി പറഞ്ഞോളൂ. ഇങ്ങനെ പറയാവോ സാർ? ധൈര്യമായിട്ട് എന്താ അങ്ങനെ ചോദിക്കുന്നത്? ധൈര്യമായിട്ട് പറഞ്ഞു. I had loved Remani before I married Vidya. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന അടുത്തൊരു ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ആ പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഉപയോഗം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാചകം പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് നോക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം ഹെഡിങ് എഴുതും, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. യെസ്, അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് ഹാഡ് പ്ലസ് HAD, ഹാഡ് പ്ലസ് വി, വെർബ് വി, പിന്നെ ബ്രാക്കറ്റില് PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് എഴുതി, ഹാഡ് എഴുതി, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം കൂടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ടെൻസിനെ പറയുന്ന പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പൊ നേരത്തെ പ്രസന്റ് പെർഫെക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രസന്റ് പെർഫെക്റ്റ് കാണിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ് കാണിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് വാചകം എഴുതാം. പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളും മുൻപ് സംഭവിച്ച കാര്യമാണ്. ഓർത്തിരിക്കുക, 2007 കല്യാണം കഴിഞ്ഞു. നമ്മളിത് മുഴുവൻ പറയുന്നത് 2026 അപ്പൊ ഇത് പാസ്റ്റ് അല്ലേ? കഴിഞ്ഞു പോയ സംഭവമല്ലേ? 2005 സ്നേഹിച്ചു, അത് കഴിഞ്ഞു പോയ സംഭവമല്ലേ? പാസ്റ്റ് അല്ലേ? അങ്ങനെ രണ്ട് പാസ്റ്റ് ടെൻസ് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യം നടന്ന സംഭവം ഏതാണോ അത് പാസ്റ്റ് പെർഫെക്റ്റ് പറയും. മറക്കരുത്, രണ്ട് പാസ്റ്റ് ഇൻസിഡൻസ് വരുമ്പോൾ ഒറ്റ സെന്റൻസിൽ വരുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് എഴുതാക്കാം, ഇത് കുഴപ്പമൊന്നുമില്ല. ഒറ്റ സെന്റൻസിൽ കൊണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതണം? ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന സംഭവം വെറുതെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റിലും പറയും. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, ഇപ്പൊ ജിൻസി കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ബിഫോർ ഐ മാരീഡ് വിദ്യ, വിദ്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഐ ഹാഡ് ലവ്ഡ്, കാരണം സ്നേഹിച്ചതല്ലേ ആദ്യം നടന്ന സംഭവം. ഐ ഹാഡ് ലവ്ഡ് രമണി. ഇനി നിങ്ങളത് മറന്നു പോകില്ലല്ലോ. യെസ്, നർമ്മിത.
അടുത്തൊരു വാചകം ഞാൻ പറയുന്നു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആലോചിക്കുക, ഞാൻ അവിടെ എത്തിയതാണോ ട്രെയിൻ പോയതാണോ ആദ്യം നടന്ന സംഭവം? എന്താ പറയാം? ഓരോരുത്തരും മനസ്സിലാക്കി. ഞാൻ എത്തിയപ്പോഴേക്കും, എത്തുക എന്ന് പറയുന്നത് റീച്ച്, ട്രെയിൻ പോവാന്നുള്ള ലീവ്, ലെഫ്റ്റ് എന്നൊക്കെ പറയാം. യെസ്, ഞാൻ എത്തിയപ്പോഴേക്കും, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും, റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. നിർമ്മിത എന്ന് പറഞ്ഞു നോക്കി. സർ പറയാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിരുന്നു, അങ്ങനല്ല സർ? അതെ, ഞാൻ ചെന്നപ്പോൾ ട്രെയിൻ ഇല്ല, ട്രെയിൻ പോയി. അപ്പം when I reached the railway station, the train had left. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി. അയ്യോ സാറേ, ഞാനും അതാണ് എഴുതിയത് സാറേ. ഓ, അപ്പൊ ആൻസിക്കും ഒരു വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കി, when I reached the railway station, when I reached the railway station, the train had left. ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് വെൻ എന്നുള്ളതിന് വേറെ നമുക്ക് മാറ്റിയിട്ട് വേറൊരു രീതിയിലും പറയാം. അതിങ്ങനെ പറയാം, ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ഞാൻ റെയിൽവേ സ്റ്റേഷൻ എത്തിയ സമയത്ത്, ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ, ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. Sir, before പറയാവോ? Before I reached the railway station, the train had left. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കിയേ, സെന്റൻസ് കറക്റ്റ് ആണ്. അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. യെസ്, അത് മാത്രം. അതിന് അർത്ഥത്തിൽ അങ്ങനെ ചേഞ്ച് വരുന്നത് മാത്രമേ ഉള്ളൂ. ബിഫോർ വരുമ്പോൾ മുൻപെന്നാണ്. യെസ്, ഞാൻ വേറൊരു കാര്യം പറയാം. ആൻസിയും ശ്രുതിയും കൂടി എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചു. നോർത്ത് പറവൂർക്ക് വരാൻ തീരുമാനിച്ചു. ഡേറ്റും സമയമൊക്കെ ഫിക്സ് ചെയ്തു. അങ്ങനെ ആൻസി ശ്രുതിയുടെ വീട്ടിൽ വരികയാണ്. വന്നു കഴിഞ്ഞപ്പോൾ ശ്രുതി നേരത്തെ പോയി. യെസ്, പറഞ്ഞ സമയത്തിന് മുമ്പേ ശ്രുതി പോയി. നമുക്ക് പറവൂര് വെച്ച് കാണാമെന്ന് അമ്മയോട് പറഞ്ഞേൽപ്പിച്ചിട്ട് ശ്രുതി പോയി. യെസ്, അപ്പൊ ആൻസി വിഷമിച്ച് തിരിച്ചു വരുമ്പോ കാണുന്ന ജിൻസിയോട് പറയണം, ഞാൻ ചെന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞ When I reached Shrudi's home, she had left out. She had left. Okay, okay, okay. Correct ആണ്, കറക്റ്റ് ആണ്. യെസ്, ഇപ്പൊ പിടികിട്ടിയല്ലോ. രണ്ട് പാസ്റ്റ് ടെൻസ് വരുമ്പോ അതിനകത്ത് ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഹാഡ്, പിന്നെ വേറെ പാസ്റ്റ് വേർഡ്സ്. ഇത് കൂടാതെ നമുക്ക് രണ്ട് സംഭവം ഇല്ലാതെ ഒറ്റ സംഭവമായിട്ട് പറയാം. ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. You had come here. അങ്ങനെ നമുക്ക് സിമ്പിൾ സെന്റൻസ് ആയിട്ടും പറയാം. യെസ്, അപ്പൊ ഓക്കെ. ധന്യ, വിനോദ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഈ പാസ്റ്റ് പെർഫെക്റ്റിന് സ്വന്തമായിട്ട് എക്സാമ്പിൾ പറഞ്ഞേ. സബ്ജക്റ്റ് വേണം, ഹാഡ് വേണം, പിന്നെ വെർബിന്റെ മൂന്നെണ്ണം. നല്ല സ്റ്റൈലായിട്ടൊക്കെ രണ്ട് സെന്റൻസ് ഒക്കെ ചേർത്ത് പറയാൻ പറ്റുമോ? പറഞ്ഞോട്ടെ. ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. When I reached the bus stop, the bus had left. Had left. വളരെ തന്ത്രപരമായ നീക്കൊണ്ട് തന്നെയാണ്. എന്ത് ചെയ്തു? ട്രെയിനിങ് ആണ് എടുത്തു. ബസ് സ്റ്റോപ്പ് ആക്കി. അത് കഴിഞ്ഞതിന് ശേഷം ട്രെയിൻ മാറ്റിയിട്ട് അവിടെ എന്താക്കി? ബസ്സാക്കി. ഓക്കെ, എന്റെ തന്നെയാ ഈ ബുദ്ധി പണ്ട് പഠിക്കാൻ കാണിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, അഫ്രാങ്കിന്റെ സർട്ടിഫിക്കറ്റ് വീട്ടിലിരുന്നത് അല്ലെ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇങ്ങനെ ചിന്തിച്ചില്ലേ, അതായത് അത് ആ സ്ഥാനം മാറ്റിയിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും ചിന്തിച്ചില്ലേ, അങ്ങനെ ഒരു സെൻസ് വർക്ക് ചെയ്തില്ലേ. നമ്മൾ ഒരു കൊലപാതകമാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് വെൽ പ്ലാൻഡ്. അതെന്ത് ചെയ്യണം? വെൽ പ്ലാൻഡ് ആയിരിക്കണം. യെസ്, നിങ്ങളെ ഈ മാക്ബത്ത് പറഞ്ഞ നോവൽ വായിച്ചിട്ടുണ്ട്? നോവലല്ല, ഡ്രാമ, ഷേക്സ്പിയറിന്റെ. ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന അറിയാൻ പാടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പൊ ഞാൻ പിൻവലിച്ചോളാം. യെസ്, ഞാനൊരു ചോദ്യം, പുതുവൊരു ചോദ്യം ചോദിക്കാം.
സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് ധൈര്യം കൂടുതൽ? സ്ത്രീകൾക്ക്. സ്ത്രീകൾക്കല്ല അല്ലെ? ഉറപ്പാണ്? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഷേക്സ്പിയർ പറയുന്നത് പറയാം. ഷേക്സ്പിയർ അത് പറയുന്നത് ഇതിൻ്റെ അകത്താണ്, ഈ മാക്ബത്ത് എന്ന് പറയുന്ന നാടകത്തിൽ പറയുന്ന ഒരു സംഭവമാണ്. സ്കോട്ട്ലൻഡിന്റെ രാജാവാണ് ഡങ്കൻ. ആ ഡങ്കൻ എന്ന് പറയുന്ന രാജാവ് മാക്ബത്തിന്റെ വീട്ടിൽ വന്ന്, മാക്ബത്ത് സേനാനായകനാണ്. അപ്പൊ ആ സേനാനായകൻ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ജയിച്ചതുകൊണ്ട് ആ സേനാനായകന് വീട്ടിൽ വന്ന് ഒരു രാത്രി ഉറങ്ങുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ മാക്ബത്ത് ഒരു വിച്ചസിനെ കാണും. വിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭൂതം, പ്രേതത്തിനെ കാണും. പക്ഷെ മാക്ബത്തിന്റെ കൂടെ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് ആർക്കും കാണാൻ പറ്റില്ല, മാക്ബത്തിന് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോ അതിൽ ഒരു വിച്ചസ് വന്നിട്ട് ഈ മാക്ബത്തിനെ സംബോധന ചെയ്യുന്നത് ഓ ദ ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്നാണ്, അല്ലയോ ഭാവിയിലെ സ്കോട്ട്ലൻഡിന്റെ രാജാവേ. ഇത് ഈ ഒരു വിശ്വസാണ് ഇവര് മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, സ്കോട്ട്ലൻഡിലെ രാജാവ് ഡങ്കനാണ്, ഡങ്കന് മക്കളുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഡങ്കൻ മരിച്ച അടുത്ത ആളാണ് മകൻ രാജാവാകും. പിന്നെ ഞാൻ എങ്ങനെ രാജാവാകും? പക്ഷെ എന്നാലും ഇത് പറഞ്ഞത് ഒരു ഭൂതമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ പുള്ളി വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം തന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിനോട് ഈ സംഭവം പറയും. ഭാര്യയോട് പറയും, ഞാനിങ്ങനെ വരുന്ന വഴിക്ക്, യുദ്ധം കഴിഞ്ഞിങ്ങനെ വരുന്ന വഴിക്ക് ഒരു വിച്ചസിനെ കണ്ടു, അത് ഫ്യൂച്ചർ കിങ് ഓഫ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞതിനെ അഭിസംബോധന ചെയ്തത്. അപ്പൊ അങ്ങനെ പറഞ്ഞു എന്ന് അറിയുമ്പോൾ ലേഡി മാക്ബത്തിന്റെ ഉള്ളിലൊരു ആഗ്രഹം വരും, തന്റെ ഭർത്താവ് രാജാവാകണം. അങ്ങനെ രാജാവായെങ്കിൽ തനിക്ക് ആരാവാൻ പറ്റും? രാജ്ഞിയാവാൻ. യെസ്, ഇത് ഫ്ലാഷ് ബാക്ക്. ഇനിയാണ് ഡങ്കൻ എന്ന് പറയുന്ന രാജാവ് മാക്ബത്തിന്റെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ വരിക. അപ്പൊ അങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണമൊക്കെ വെച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലേഡി മാക്ബത്ത് ഒരു വാൾ എടുത്തിട്ട് ഭർത്താവിന് കൊടുത്തെന്ന് പറയും, ഇതാണ് ഏറ്റവും നല്ല അവസരം, ഇതിലും നല്ല അവസരം എനിക്ക് കിട്ടാനില്ല, ഗോ ആൻഡ് കിൽ ഹിം എന്ന് പറയും. പോയി അദ്ദേഹത്തെ കൊല്ലാൻ പറയും. അപ്പൊ മാക്ബത്ത് പറയും, ഞാൻ കൊല്ലില്ല, കാരണം നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത, നമ്മോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന രാജാവിനെ ഞാൻ കൊല്ലില്ല എന്ന് പറയും. അപ്പൊ ഭാര്യയ്ക്ക് നിർബന്ധിക്കുന്നു, ഗോ ആൻഡ് കിൽ, ഗോ ആൻഡ് കിൽ എന്ന് പറയും, ഇതിൽ നല്ലൊരു അവസരം കിട്ടാനില്ല. അപ്പൊ ഡങ്കൻ ആ മുറി വരെ ചെല്ലും, തിരിച്ചു വരും. ഭാര്യ പുറത്ത് ഞാൻ നിർബന്ധിക്കുന്നു. അങ്ങനെ ആ രാത്രിയുടെ യാമത്തിൽ മാക്ബത്ത് അകത്ത് കിടന്നു. ഉറങ്ങി കിടക്കുന്ന ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ വെട്ടിക്കൊല്ലുക. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കിടക്കുന്ന കുറച്ച് അംഗരക്ഷകരുണ്ട്, അവരെയും പുള്ളിക്കൊല്ലുകയാണ്. ഷേക്സ്പിയർ ഇവിടെ പറഞ്ഞു വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തന്റെ ഭർത്താവിനെ കണ്ടിട്ട് ലേഡി മാക്ബത്ത് അസ്വസ്ഥയാവുകയാണ്. ആദ്യം പറയുന്നത്, ഞാനങ്ങനെ കൊല്ലാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ കൊല്ലാമോ? അത് ഷേക്സ്പിയർ അവിടെ പറഞ്ഞു വെക്കുന്നു, ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയം വരെ ഏറ്റവും കൂടുതൽ ധൈര്യം സ്ത്രീകൾക്കായിരിക്കും. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അധൈര്യപ്പെടുന്നത്, ധൈര്യമില്ലാണ്ട് പോകുന്നത് സ്ത്രീകൾക്കാണ്. ഒരാണിനെ സംബന്ധിച്ച് ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയം വരെ അവന് ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ധൈര്യം കൂടുകയാണ്. ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊല്ലാൻ പോയ മാക്ബത്ത് രാജാവിനെ മാത്രമല്ല, പിന്നെ എന്താണ്, അവിടെ കൂടെ കിടക്കുന്ന ഭടന്മാരെയും കൊണ്ടു, പിന്നെ ധൈര്യമായി. യെസ്, ഷേക്സ്പിയറിന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കർമ്മിത പറയുന്നു യെസ് സർ, അല്ലെ? ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് വരെ നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിപെട്ടു എന്നാണ് ഷേക്സ്പിയർ സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ലൈഫ് ഈസ് എ സ്റ്റോറി ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. ഒരു വിഡ്ഢി പറഞ്ഞ കഥയാണ് ജീവിതം. കാരണം ഒരു വിഡ്ഢിക്ക് ഒരിക്കലും നല്ലൊരു കഥ പറയാൻ പറ്റില്ല. യെസ്, അതുകൊണ്ടാണ് നമ്മളൊന്ന് വിചാരിക്കുന്നു, വേറൊന്ന് സംഭവിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഒന്നും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം ഞാൻ ചെയ്തു പോകും. മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മനുഷ്യൻ ചിന്തിക്കുന്നു, ദൈവം അതിനെ തകിടം മറിക്കും. അത് പുള്ളിയുടെ പ്ലാനായിട്ട് പുള്ളി വരും. ഇത് ഷേക്സ്പിയർ പറഞ്ഞതാട്ടാ. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാക്ബത്തിന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അതായത്
അമ്മ പ്രസവിച്ച ആരും മാക്ബത്തിനെ കൊല്ലില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നും, അമ്മ പ്രസവിച്ച ആരും മാക്ബത്തിനെ കൊല്ലില്ല എങ്കിലും പിന്നെ ആര് കൊല്ലും എന്ന് നമുക്ക് തോന്നും. യെസ്. അപ്പൊ ലാസ്റ്റ് അതുപോലെ തന്നെ വേറൊരു സംഗതി കൂടിയുണ്ട്. ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നത് മാക്ബത്ത് എന്ന് പറയുന്ന താനാണെന്ന് ആർക്കറിയാം? മാക്ബത്തിന് അറിയാം. തന്റെ ഭർത്താവാണ് ഡങ്കൻ എന്ന് പറയുന്ന രാജാവിനെ കൊന്നതെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ലേഡി മാക്ബത്തിന് അറിയാം. രണ്ടുപേരും അത് പുറത്തു പറയില്ല. അപ്പൊ നമ്മൾ ഈ നാടകം ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നും, ഈ നാടകം അവസാനിക്കണമെങ്കിൽ വില്ലൻ അറസ്റ്റ് ചെയ്യപ്പെടണ്ടേ, അല്ലെങ്കിൽ വില്ലൻ കൊല്ലപ്പെടണ്ടേ? ഏതൊരു സിനിമ നിങ്ങളെടുത്തോ വില്ലൻ ജയിച്ച ചരിത്രമില്ല. നിങ്ങൾ ഏത് സിനിമയോട് നോക്കിയോ വില്ലൻ എപ്പോഴും അതങ്ങനെ വരും. വില്ലൻ ലാസ്റ്റ് കൊല്ലപ്പെടും, അല്ലെങ്കിൽ വില്ലൻ ലാസ്റ്റ് പരാജയപ്പെടും. യെസ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിക്കണം. അപ്പൊ ഈ കഥ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തോന്നും, ഈ രണ്ടുപേരും പുറത്തു പറയൂല, പിന്നെ എങ്ങനെ ഈ കഥ അവസാനിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഷേക്സ്പിയറിന്റെ ഒക്കെ ഭാവന അതാണ്. ഈ ലേഡി മാക്ബത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥമാണ്, ഉറങ്ങാൻ പറ്റില്ല. വല്ലപ്പോഴും ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ പലരും വിളിച്ചു പറയും. അങ്ങനെ ഉറങ്ങിക്കിടന്ന ലേഡി മാക്ബത്ത് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു പോകും, എന്റെ ഭർത്താവ് മാക്ബത്താണ് ഡങ്കനെ കൊന്നത്. തൊട്ട് താഴെ ഒരു തോഴി ഉറങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. അത് കേട്ട് പിന്നെ പറയണോ? യെസ്. അവൾ ഒരാളോട് പറഞ്ഞു, അടുത്ത ആളോട്, അങ്ങനെ ആ സ്കോട്ട്ലൻഡ് രാജ്യം മുഴുവൻ ഒരു മർമ്മരം വരെയുണ്ട്, മാക്ബത്താണ് ഡങ്കനെ കൊന്നത്. പിന്നെ മാക്ബത്ത് ഇപ്പൊ രാജാവായിട്ട് ആരും എതിർത്ത് പറയുന്നില്ലെങ്കിലും എന്ത് പറയുന്നു? മാക്ബത്തിനെ കൊന്നു, മാക്ബത്താണ് ഡങ്കനെ കൊന്നത്. റൂമർ എങ്ങനെ വരും? റൂമർ അങ്ങനെ പറയുന്നത്. യെസ്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് വരാം. അമ്മ പ്രസവിച്ച ആരും ആരെ കൊല്ലില്ല? മാക്ബത്തിനെ കൊല്ലില്ല. ലാസ്റ്റ് അതിന്റെ ക്ലൈമാക്സിൽ ഡങ്കൻ എന്ന് പറയുന്ന രാജാവിന്റെ മകനും ഈ മാക്ബത്തും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധം നടക്കുമ്പോൾ മാക്ബത്ത് വെല്ലുവിളിക്കും, നിന്നെയും ഒരു അമ്മ പ്രസവിച്ചത്, അതുകൊണ്ട് നിനക്കൊരിക്കലും എന്നെ കൊല്ലാൻ സാധിക്കില്ല. അപ്പോ ഈ ഡങ്കൻ രാജാവിന്റെ മകൻ പറയും, എന്നെ അമ്മ പ്രസവിച്ചതല്ല, എന്നെ അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു ഓപ്പറേഷൻ വഴി പുറത്തേക്ക് എടുത്തതാണ്. നോർമൽ ഡെലിവറി ആണെങ്കിലാണ് പ്രസവിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. യെസ്, മൈ മദർ നോട്ട് ഡെലിവേർഡ് മീ ബൈ ആൻ ഓപ്പറേഷൻ, ഞാൻ പുറത്തേക്ക് വന്നത്. നോക്കി, ഇത് എഴുതിയിരിക്കുന്ന കാലഘട്ടം ഏത് കാലഘട്ടമാണ്? ഷേക്സ്പിയറിന്റെ കൃതി. ആ വർഷത്തിലാണ് ഈ സിസേറിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ വേറൊരു വാക്കോടെ വന്നിട്ടുള്ളത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ഈ പറഞ്ഞ മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ നാടകം. യെസ്. അപ്പൊ അതിൻ്റെ അകത്തും ഇതേ പരാമർശങ്ങൾ പോകുന്നുണ്ട്. യെസ് അല്ലെ? നമ്മൾ പറയുന്നില്ലേ, സീതനെ പിടിച്ചുകൊണ്ട് പോവാൻ വന്നത് പുഷ്പക വിമാനത്തിലാണ്. വിമാനം എന്ന് പറഞ്ഞൊരു വീട് അവിടെ വരുന്നുണ്ട്. യെസ്. അപ്പൊ ആകാശത്ത് കൂടെ പോകുന്ന ഒരു വാഹനത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട്. യെസ്. അന്നൊന്നും റൈറ്റ് സഹോദരന്മാർ ഇത് കണ്ടുപിടിച്ചിട്ടില്ല. യെസ്. അപ്പൊ മനുഷ്യന്റെ ഭാവന അങ്ങനെയാണ്. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കണട്ടോ. നിങ്ങളിപ്പോ ഭാവിയിൽ ടീച്ചർമാരൊക്കെ ആകേണ്ട ആൾക്കാരാണ്. അപ്പൊ ആ കുട്ടികളോടൊക്കെ നല്ല നല്ല രീതിയിലൊക്കെ പ്രസന്റ് ചെയ്ത് അവതരിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ വേറെ ലെവലാവും. നിങ്ങളൊക്കെ ലെവലൊക്കെ സ്വന്തമായിട്ട് എഴുതിയൊക്കെ നോക്കുക. നിങ്ങൾക്ക് മനസ്സിനൊരു വിഷമം വരുമ്പോ ആരോടെങ്കിലും ചീത്ത പറയണ്ട, ആ ചീത്ത മുഴുവൻ കടലാസിൽ എഴുതാം. യെസ്. അപ്പൊ തന്നെ നിങ്ങൾ വിഷമം മാറും. ചില ആളുകളോട് നമുക്കൊന്ന് എതിർത്ത് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഒന്ന് എഴുതി കളഞ്ഞാൽ മതി. യെസ്. പിന്നീട് നിങ്ങൾ പ്രശസ്തരാണ്, പ്രഗത്ഭരാണ്. അപ്പൊ തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചു അല്ലേ? യെസ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് അതിനൊരു മോണിറ്ററി ബെനിഫിറ്റ് കൂടി. മോണിറ്ററി ബെനിഫിറ്റ് എന്ന് വെച്ചാല് ഒരു വരുമാനം കൂടിയാണ് ഇതിൻ്റെ അകത്ത്. നിങ്ങളൊരു കഥ എഴുതും, എന്നിട്ട് ഏതെങ്കിലും കുട്ടികളുടെ മാഗസിനോട് അയച്ചു കൊടുക്കുക. അവരത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെക്ക്. യെസ്. പിന്നെ അവര് അടുത്ത ലക്കം വരുമ്പോൾ നിങ്ങളോട് പറയും ഒരു കഥ കൂടി വേണം കേട്ടോ. യെസ്. പിന്നെ നിങ്ങൾ അറിയപ്പെടുന്നത് ബാലസാഹിത്യകാരി എന്നായിരിക്കും. നിങ്ങളിൽ ഉറങ്ങി കിടക്കുന്ന സുഗതകുമാരി ടീച്ചർ, നിങ്ങളിൽ ഉറങ്ങി കിടക്കുന്ന മാധവിക്കുട്ടി, അവരെ കൊണ്ട് പുറത്തേക്കിട്ട് കാര്യം തീറോ ഇതൊക്കെ പുറത്തോട്ട് പോരട്ടെ. യെസ്. അതിന് ഒരു ഇക്കണോമിക്സ് കൂടി ഉണ്ട്. അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാസം ഒരു 25,000 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന
ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ മിനിമം ഒരു 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. പോട്ടെ, 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ 25,000 രൂപ ലാഭം കിട്ടാവുന്ന ബിസിനസ് നമുക്ക് ആരംഭിക്കാൻ പറ്റും. യെസ്, ഇത് നിങ്ങൾ എന്ത് പണി ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടെങ്കിൽ, കുറച്ച് പേപ്പർ ഉണ്ടെങ്കിൽ, ഒരു പേന ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സർഗവാസന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. യെസ്, ലോകം നിങ്ങളെ അംഗീകരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. യെസ്, അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, രാത്രി എപ്പോഴും പുറത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതാൻ നോക്കുക. പുസ്തകങ്ങളെയും പേനയെയും അങ്ങനെയൊക്കെ സ്നേഹിക്കുക. തോണ്ടിയിരുന്നോ, എന്നാലും ഇടയ്ക്കൊന്ന് എഴുതിയും കൂടി നോക്കുക. യെസ്, നമ്മളിപ്പോ തോണ്ടുകയാണല്ലോ, അപ്പൊ തോണ്ടിക്കോ, അതൊന്നും കുഴപ്പം പറ്റില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മടുക്കൂലേ? കുറെ നേരം മൊബൈൽ തോണ്ടി നമുക്കത് ഇതൊന്നുമല്ല എന്ന് തോന്നൂലേ? ഇതൊന്നുമല്ല, ഇതിന്റെയൊക്കെ അപ്പുറത്ത് വേറെ എന്തോ ആണ് സന്തോഷം എന്ന് നമുക്ക് തോന്നുന്നത്. യെസ്, ആ സന്തോഷത്തിൽ തേടിപ്പോയ ആളുകളാണ് നമ്മുടെ ശങ്കരാചാര്യന്റെ പകരുന്നത്. അവര് അതിന്റെ അപ്പുറത്ത് ഇതൊന്നുമില്ല. ചിലപ്പോൾ കുറെ പൈസ ഉണ്ടായി, അപ്പൊ നമുക്ക് തോന്നുന്നത് കാശില്ല, പക്ഷെ ഐ ആം നോട്ട് ഹാപ്പി. യെസ്, വേറെ എന്തെങ്കിലും സംഭവം, നല്ല വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു ആഗ്രഹിക്കും, പക്ഷെ അപ്പോഴും നമുക്ക് ഫീൽ ചെയ്യണം ഐ ആം നോട്ട് ഹാപ്പി. അപ്പൊ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന എന്തോ ഒരു സംഗതി എവിടെയോ ഉണ്ട്. യെസ്, അപ്പൊ നിങ്ങള് ഇപ്പൊ ഏകദേശം ഒരു 11 പേര് ഈ ക്ലാസ്സിൽ എടുത്തുള്ളൂ. 11 പേര് ഒരാളുടെ മനസ്സിലെങ്കിലും ഞാൻ പറഞ്ഞൊരു വാക്ക് ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ്. കാരണം എന്താണ്, നിങ്ങളൊന്ന് എഴുതി നോക്ക്, തെറ്റിക്കോട്ടെ, നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ അംഗൻവാടി ടീച്ചറാണ്. ആ സ്ഥലത്ത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ MTയുടെ അപ്പുറത്തെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു കൃഷ്ണേന്ദു എന്ന് പറഞ്ഞൊരു കുട്ടി വെറുതെ അറിയാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സാറ് ഞാനൊരു അയ്യപ്പന്റെ ഭക്തികാരം എഴുതിയിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു എന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ സാറേ, ഒരു 5 മിനിറ്റ് ഞാനത് പോയി തപ്പി എടുക്കട്ടെ. യെസ്, അപ്പൊ അതൊരു 5 മിനിറ്റ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പോയിട്ട് ആ പാട്ടായിട്ട് വന്നു. എന്നിട്ട് ആ പാട്ട് അങ്ങനെ പാടി. 4-5 വരി ഉണ്ടായുള്ളൂ, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ ആ കൊച്ചു പറഞ്ഞൊരു വാചകമുള്ളൂ. അപ്പോ ആ കേട്ടിരുന്നവരും ഞാൻ ഉൾപ്പെടെ എല്ലാവരും അഭിനയിച്ചപ്പോ പറഞ്ഞു, എന്റെ സാറേ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു അപ്രീസിയേഷൻ. യെസ്, ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കിയിട്ടുള്ളൂ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു അപ്രീസിയേഷൻ. ഒരു പക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങളുണ്ടാകും. യെസ്, നമ്മൾ കൊടുക്കുന്ന ഒരു നോട്ടം, നമ്മൾ കൊടുക്കുന്ന ഒരു കടാശം, അതൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാകും. യെസ്, ചില കുട്ടികളുടെ തോളത്തൊക്കെ കൈവച്ചിട്ട് കൊള്ളാം, വെരി ഗുഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, വിശ്വാസം എന്നൊരു സംഗതിയില്ല. അതായത് നിങ്ങൾക്ക് 1000 പട്ടാളക്കാരുമായിട്ട് നർമ്മിത ഒരു യുദ്ധം നയിക്കുക. അപ്പൊ നർമ്മിതക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താണ് വിശ്വാസം? 1000 പട്ടാളക്കാർ എന്റെ പുറകിലുണ്ട്. ആ ഒരു വിശ്വാസം, അതാണ് നർമ്മിതയുടെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നർമ്മിത പോയിട്ട് നർമ്മിതക്ക് യുദ്ധം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നർമ്മിത ഞങ്ങളുടെ മുന്നിലുണ്ടെന്ന് തൊട്ടു പുറകിലുള്ള 1000 പേരുടെ വിശ്വാസമില്ലേ? അപ്പൊ നർമ്മിതക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു യുദ്ധമല്ല, 1000 യുദ്ധങ്ങൾ ജയിക്കാൻ പറ്റും. ടീച്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ മുമ്പിലുണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസം നിങ്ങളുടെ പിറകിലിരിക്കുന്ന കുട്ടികൾക്കുണ്ട്. എന്റെ നർമ്മിത ടീച്ചർ, എന്റെ ആൻസി ടീച്ചർ, എന്റെ ജിഷ ടീച്ചർ, എന്റെ സുധി ടീച്ചർ എന്റെ മുമ്പിലുണ്ട്. അത് കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താണ്? ഒരു വിശ്വാസമാണ്. യെസ്, അത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നിടത്താണ് ടീച്ചർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, കുറച്ച് കാര്യങ്ങളിൽ പോയി എന്നറിയാം, ക്ഷമിച്ചേക്കുക. അപ്പൊ നമ്മൾ വീണ്ടും വിഷയത്തിലോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് 2 ടെൻസിൽ ഉപയോഗിക്കുന്നു. ഒന്ന് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലും ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിലും. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഹാസ് അല്ലെങ്കിൽ ഹാവ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഹാഡ് പിന്നെ വെർബ് വെർബിന്റെ മൂന്നാമത്തെ ഫോം. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് 2 പാസ്റ്റ് ഇൻസിഡന്റ് ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ അതിൽ ആദ്യം നടന്ന സംഭവത്തെ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും. പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. സർ സൈൻ ഔട്ട്. ഓക്കെ, അനുസരിച്ച് പറഞ്ഞോളൂ.
Respected sir and dear friends, thank you for today's class section. It was very encouraging section. We learned so many new points in today's new section. I am grateful to our sir for guiding us patiently. I also thank all my batchmates for their cooperation. Thank you sir and thank you all my students. Thank you. Okay, thanks to all. We will meet. Thank you, sir. Thank you, sir. Thank you, Thank sir. you, sir. Okay.